നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇനിയുള്ള അരമണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. ആദ്യം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 3 മരണമാണുണ്ടായത്. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. ചൂടാട്ട് അഴിമുഖത്ത് കനത്ത കാറ്റിൽ ഫൈബർ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ഇടുക്കി ഉടുമ്പൻചോലയിൽ മരം ഒടിഞ്ഞു വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. പെരുവ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. കണ്ണൂർ ചൂട്ടാട് അഴിമുഖത്ത് കനത്ത കാറ്റിൽ ഫൈബർ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. തമിഴ്നാട് പുത്തുന്തറ സ്വദേശി ആന്റണിയാണ് മരിച്ചത്. ശക്തമായ കാറ്റിൽ ഫൈബർ ബോട്ട് മണൽത്തിട്ടയിൽ ഇടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റാണ് ആന്റണി മരിച്ചത്. പരുക്കേറ്റ സെൽവ ആന്റണി, ലേല അടിമ എന്നിവർ ചികിത്സയിൽ. ഉടുമ്പൻചോലയിൽ മരമൊടിഞ്ഞു വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. തമിഴ്നാട് തേനി ഉത്തമപാളയം സ്വദേശി ലീലാവതിയാണ് മരിച്ചത്. തൃശൂർ പീച്ച് ഡാമിന്റെ ഷട്ടറുകൾ നാളെ കൂടുതൽ ഉയർത്തും. കനത്ത മഴയെ തുടർന്ന് കൊല്ലം ജില്ലയിലെ തെന്മല ഡാം തുറന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നു 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രത തുടരണം. നാളെ മുതൽ അടുത്ത 3 ദിവസം മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരാനും സാധ്യതയുണ്ട്. കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കനത്ത കാറ്റിലും മഴയിലും മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കോട്ടയത്തും പത്തനംതിട്ടയിലും മരം കടപുഴകി നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. എറണാകുളത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. തൃശൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. എറണാകുളം ജില്ലയിലെ മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്ര നിരോധിച്ചു. കോട്ടയം ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണുണ്ടായത്. ആർമാനൂരിൽ വീട്ടിലേക്ക് മരം വീണുണ്ടായ അപകടത്തിൽ വയോധികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മറ്റക്കരയിൽ ഒരു സ്ത്രീയും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഞങ്ങൾ അറിയുന്നില്ല, ഈ തേക്കുമരം വന്ന് പയ്യെ വീഴുന്ന കാര്യം ഞങ്ങൾ അറിയുന്നില്ലായിരുന്നു. അത് വീണ് ഈ മേൽക്കൂര താഴെ വീഴുമ്പോഴാണ് ഞങ്ങൾ വീട് ഇടിഞ്ഞു പോരുവാന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ വേഗം അടുത്ത വീട്ടിലോട്ട് ഞങ്ങൾ ഓടിപ്പോവുക ചെയ്ത് അവരെ വിളിച്ച് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി. ഭയങ്കര അത്ഭുതകരമായിട്ട് ഞങ്ങൾ 3 പേരിനകത്തുനിന്ന് രക്ഷപ്പെട്ടത്. വൈക്കത്ത് സബ് രജിസ്ട്രാർ ഓഫീസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പത്തനംതിട്ട പ്രമാടത്ത് വീടിന്റെ മുകളിലേക്ക് തേക്കുമരം വീണ് ശുചിമുറിയും പശുത്തൊഴുത്തും തകർന്നു. ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. തൃശൂർ ഇരിങ്ങാലക്കുട പടിയൂരിൽ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ശക്തമായ മഴയിൽ കോട്ടപ്പുറം കണ്ണപ്പറ മേലേതിൽ പരമേശ്വരന്റെ വീട് തകർന്നു. കൊണ്ടാഴി മായന്നൂർ കുന്നത്ത് വീട്ടിൽ ഉഷയുടെ വീട്ടിൽ കിണറിടിഞ്ഞു താണു. ശാസ്താംകോട്ട സ്വദേശി കൃഷ്ണൻകുട്ടിയുടെ കട കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു. എറണാകുളം ജില്ലയിൽ എടവനക്കാട്, പഴങ്ങാട് മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയിൽ പൂയംകുട്ടി, മണികണ്ഠൻചാൽ, ചപ്പാത്ത് മുങ്ങി. ശക്തമായ കാറ്റിൽ ബസ്സിന് മുകളിൽ മരം വീണു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് ലക്ഷദ്വീപിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയ വിമാനം ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചു വിട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വടക്കൻ കേരളത്തിലും മഴ ശക്തം. വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. മലപ്പുറത്ത് 25-ലേറെ വീടുകൾ ഭാഗികമായി തകർന്നു. മലപ്പുറം പാലേക്കോട് അഴിമുഖത്ത് ചെറുതോണി മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ബേപ്പൂരിൽ കടലിലകപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തീരദേശ മേഖലകളിൽ കടലാക്രമണം അതിരൂക്ഷമാണ്. കോഴിക്കോട് കല്ലാച്ചിയിലും വിലങ്ങാടും താമരശ്ശേരിയിലും ചുഴലിക്കാറ്റ് വീശിയടിച്ചു. മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നു. വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തി. മാവൂരിലും കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ചാലിയാറിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു. കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബേപ്പൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വള്ളം മറഞ്ഞു. 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 3 പേരെ മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി.
കോഴിക്കോടിന്റെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. മലയിടിച്ചിൽ മൂലം ഭീഷണി നേരിടുന്ന കട്ടിപ്പാറ മണ്ണാത്തി ഏറ്റുമലയിലെ താഴ്വാരത്തെ 21 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അമരാട് ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചതായി പ്രസിഡന്റ് അറിയിച്ചു. കണ്ണൂരിലും വ്യാപക നാശനഷ്ടമാണ്. ഉളിക്കൽ വയത്തൂരിൽ ഇന്നലെ രാത്രി വീശിയ കനത്ത കാറ്റിൽ 10ഓളം വൈദ്യുതി തൂണുകൾ തകർന്നു. കാസർഗോഡ് ചട്ടഞ്ചാലിൽ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. കൊന്നക്കാട് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിൽ മരം വീണ് 5 പേർക്ക് പരുക്കേറ്റു. മലപ്പുറം നിലമ്പൂർ അകമ്പാടത്ത് തേക്കുമരം വീടിന് മുകളിലൂടെ വീണ് ഒരാൾക്ക് പരുക്കേറ്റു. 25ലേറെ വീടുകൾ ഭാഗികമായി തകർന്നു. വളാഞ്ചേരി എത്തിപ്പറ്റയിൽ തെങ്ങ് വൈദ്യുതി കമ്പിയിലേക്ക് കടപുഴകി വീണു. പൊന്നാനിയിൽ കടലാക്രമണം രൂക്ഷമായി. 24 കോഴിക്കോട്. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. ഹൈക്കോടതി മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. തടവുകാരുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് പുതിയ ജയിൽ നിർമ്മിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. അതേസമയം ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനങ്ങൾ. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഹൈക്കോടതി മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് അന്വേഷണം നടത്തുക. നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾക്ക് പുറമെയാണിത്. ജയിലുകളിൽ തടവുകാരുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് പുതിയ ജയിൽ നിർമ്മിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇതിനായി കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്തും. ജയിലുകളിൽ കഴിയുന്ന കൊടും കുറ്റവാളികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ജയിലുകളിൽ ആധുനിക ക്യാമറ സംവിധാനങ്ങൾ പരീക്ഷിക്കാനും തീരുമാനമായി. അതേസമയം കണ്ണൂർ ജയിലിൽ നിന്ന് തടവുചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലെ ഏകാന്ത സെല്ലിലേക്കാണ് ഗോവിന്ദച്ചാമിയെ മാറ്റിയത്. ഇരുപത്തിനാല് മണിക്കൂറും CCTV നിരീക്ഷണത്തിലാണ് ഗോവിന്ദച്ചാമി കഴിയുക. വാച്ച് ടവറുകളിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള മതിലും അതിനു മുകളിൽ 3 മീറ്റർ ഉയരത്തിൽ കമ്പിവേലിയും സ്ഥാപിച്ചാണ് അതീവ സുരക്ഷാ ജയിൽ തിരിച്ചിരിക്കുന്നത്. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോൾ 125 കുറ്റവാളികളാണുള്ളത്. 24 തൃശൂർ. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വൻ സുരക്ഷാ വീഴ്ചയെന്ന് റിപ്പോർട്ട്. ജയിൽ DIG ആണ് സുരക്ഷാ വീഴ്ചകൾ സംബന്ധിച്ച റിപ്പോർട്ട് ജയിൽ DGPക്ക് കൈമാറിയത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ശുപാർശ. ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്നതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഗോവിന്ദച്ചാമി സെല്ലിൽ നിന്നിറങ്ങുന്നതും ജയിൽ കോമ്പൗണ്ടിൽ നടക്കുന്നതുമായ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞെങ്കിലും തത്സമയം നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. ജയിൽ ചാടിയ രാത്രി 12 മണിക്ക് ശേഷം ബ്ലോക്കുകളിൽ പതിവ് പരിശോധനകൾ പോലും ഉണ്ടായില്ലെന്നും ജയിൽ DIGയുടെ കണ്ടെത്തൽ. മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാകേണ്ട സെല്ലിലെ ലൈറ്റുകളും രാത്രി പ്രവർത്തിച്ചില്ല. ജയിൽ മതിലിന് മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് സംവിധാനവും 6 മാസമായി പ്രവർത്തനരഹിതമായിരുന്നു. സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ കഴിയാതിരുന്നത് കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ്. ഇങ്ങനെ സുരക്ഷാ വീഴ്ചകൾ എണ്ണമിട്ടു പറയുന്നതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ഉത്തരമേഖല ജയിൽ DIG B ജയകുമാർ ജയിൽ മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ജയിൽ ചാട്ടത്തിന് ശേഷം ഗോവിന്ദച്ചാമി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വഴി തെറ്റിയതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായില്ല. സെല്ലിന്റെ കമ്പി മുറിക്കാനുള്ള ആയുധം ഗോവിന്ദച്ചാമി സ്വയം നിർമ്മിച്ചതാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ സംഘം ജയിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24 കണ്ണൂർ. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ CPIM നിയന്ത്രണത്തിലുള്ള സ്കൂൾ ഭരണസമിതി പിരിച്ചുവിട്ടു. പകരം മാനേജറെ നിയമിക്കുന്നതുവരെ കൊല്ലം DEOയ്ക്കാണ് താൽക്കാലിക ചുമതല. സുരക്ഷ ഒരുക്കുന്നതിൽ സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം എയ്ഡഡ് സ്കൂളിന് സുരക്ഷ ഒരുക്കുന്നതിന്റെ ചുമതല സ്കൂൾ മാനേജ്മെന്റിനാണ്. ഇത് നിർവഹിക്കുന്നതിൽ തേവലക്കര സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച പറ്റി. സ്കൂൾ മാനേജർ R തുളസീധരൻ പിള്ളയുടെ വിശദീകരണം തള്ളിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു. മാനേജറെ അയോഗ്യനാക്കി. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് സ്കൂളിന്റെ നിയന്ത്രണം. മാനേജർ അയോഗ്യനാക്കിയിട്ട് ആ മാനേജറുടെ സ്ഥാനത്തേക്ക് DEO ചുമതലപ്പെടുത്തുകയാണ്. സ്കൂൾ സർക്കാരാണ് DEOയുടെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ അതിന് പ്രത്യക്ഷമായും പരോക്ഷമായും ആരൊക്കെ കാരണക്കാരായിട്ടുണ്ടോ അവരുടെ പേരിൽ കർശന നിലപാടെടുക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം തീരുമാനമെടുക്കേണ്ടത് കൊല്ലം DEO ആയിരിക്കും.
വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തെ അംഗീകരിക്കുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഞങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഒരു കുട്ടി മരിച്ച സംഭവമാണ്, അതിനെ അത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. എനിക്ക് ചോദിച്ച വിശദീകരണത്തിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൂടെ പരിശോധിച്ചിട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് മറ്റ് വിഷമങ്ങളൊന്നുമില്ല. ഡിഒയ്ക്ക് നൽകിയ ഭരണ ചുമതലയ്ക്ക് കാലപരിധി നിശ്ചയിച്ചിട്ടില്ല. സ്കൂളിന്റെ വികസനം ഉറപ്പാക്കിയ ശേഷം മാത്രമാകും മാനേജ്മെന്റിനെ പുനഃസംഘടിപ്പിച്ചാലും അത് പരിഗണിക്കുക. 24 തിരുവനന്തപുരം. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അധിക്ഷേപിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വി ഡി സതീശൻ ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നേതാവാണെന്ന് പരിഹാസം. മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ പരിഗണന കിട്ടുന്നുവെന്ന ആരോപണവും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു. ശ്രീനാരായണ ഗുരു എന്തു പറയാൻ പാടില്ലെന്ന് പറഞ്ഞോ അതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഇങ്ങനെ കേരളം കടലിൽ വെച്ചിട്ട് ഒരു പരമ പന്നന ഞാൻ കണ്ടിട്ടില്ല. പന്നനെന്ന് തന്നെ ഞാൻ പറയുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് നിലയിലുള്ള ഒരു മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്നവരുണ്ടോ? മൂവാറ്റുപുഴ പണ്ടപ്പള്ളിയിൽ നടന്ന SNDP യോഗം നേതൃസംഗമത്തിലെ പ്രസംഗത്തിനിടെയായിരുന്നു വി ഡി സതീശനെതിരായ അധിക്ഷേപം. പ്രതിപക്ഷ നേതാവിനെതിരായ പരാമർശത്തിൽ ഒരു മാറ്റവുമില്ലെന്ന് പരിപാടിക്ക് ശേഷവും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു. പിന്തുണ ഉണ്ടാകുന്ന കാര്യം വേറെ. അതുകൊണ്ട് അയാളെ കൂട്ടി തറ പറയാനവരാരുണ്ട്? നിങ്ങൾ ആലോചിച്ചോ, ഒരു പ്രതിപക്ഷ നേതാവ് നിലയിൽ അയാൾ കാട്ടിക്കൂട്ടുന്നതും കൈയെടുത്ത് വർത്തമാനം ഇങ്ങനെ ഞാൻ ഇത്തരം വയസ്സിൽ പല പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ട് ഇത്തരം ഒരു സ്റ്റാൻഡേർഡില്ലാത്ത തറയായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വർഗീയത ആര് പറഞ്ഞാലും അതിനെതിരെ പറഞ്ഞിരിക്കുമെന്ന് വി ഡി സതീശന്റെ മറുപടി. കേരളത്തിൽ ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിന്റെ നേതാക്കളാണെങ്കിലും ആര് വർഗീയത പറഞ്ഞാലും ഞാൻ പറയും, ഞങ്ങൾ പറയും. ആര് വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഞാൻ കണ്ടില്ല. ഞാൻ യാത്രയിൽ പ്രോഗ്രാമല്ലേ, ഇവിടെ മീറ്റിങ്ങിന് വന്നിട്ട് 2 മണിക്കൂറായില്ലേ മീറ്റിങ്ങിന് വന്നിട്ട്. അത് അദ്ദേഹത്തോടാ ചോദിക്കേണ്ടത്. അതേസമയം വിവാദ പരാമർശങ്ങൾ ആവർത്തിച്ചിട്ടും വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാത്തതിൽ വിമർശനം ശക്തമാണ്. 24 ഇടുക്കി. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിയുടെ ഫോൺ സംഭാഷണത്തിൽ നടപടിക്കൊരുങ്ങി നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും എടുക്കാച്ചരക്കാകും എന്നുമായിരുന്നു പാലോട് രവിയുടെ ഫോൺ സംഭാഷണം. വിഷയത്തിൽ KPCC വിശദീകരണം തേടി. മാസങ്ങൾക്ക് മുൻപുള്ള പാലോട് രവിയുടെ ഫോൺ സംഭാഷണമാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത്. LDF ഭരണം തുടരുമെന്നും കോൺഗ്രസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 3ാമതാകുമെന്നും തിരുവനന്തപുരം DCC അധ്യക്ഷൻ. കുറെ പ്രവർത്തകർ BJP-യിലേക്കും മുസ്ലിം വിഭാഗം CPIM-ലേക്കും പോകും. പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള സംഭാഷണമാണ് പുറത്തു വന്നത്. പറ്റുകൊടുത്താലേ നമ്മൾ 3ാം സ്ഥാനത്ത് പോവുള്ളെന്ന്. അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ 3ാമത് പോകും, നിയമസഭയിൽ ഉച്ചുകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചുകുത്തി. തീർച്ചയായിട്ടും അത് സംഭവിക്കും. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരും. പ്രവർത്തകർ തമ്മിലുള്ള ഭിന്നത അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശമായിരുന്നു സംഭാഷണത്തിന് പിന്നിലെന്ന് പാലോട് രവി ന്യായീകരിച്ചു. സാധാരണ DCC പ്രസിഡന്റ് അല്ലേ ഈ പ്രവർത്തകർ മുഴുവനും വിളിക്കും. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചപ്പോൾ അവർക്ക് പരസ്പരം ഉള്ള പരാതി പറഞ്ഞു. ആ പരാതി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണം, എന്നാലേ അസംബ്ലിയിൽ നോക്കി ജയിക്കാൻ പറ്റൂ. പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അവിടെയുള്ള ഭിന്നതകളെല്ലാം നിങ്ങൾ പറഞ്ഞു തീർക്കണം. നടപടി ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നേതാക്കന്മാരെല്ലാം ഓരോ പരിപാടികളിലാണ്. ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ AICC നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് ഉചിതമായിട്ടുള്ള നടപടി എടുക്കും. അത് നിഷേധിച്ചിട്ടില്ല ഇതുവരെ ആരും. അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റിയിരുന്നു. സംസാരിച്ചു, വിഷയം പരിഗണനയിലുണ്ട്. ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പാലോട് രവിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. 24 തിരുവനന്തപുരം. ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ പുരോഗമിക്കുന്നു. 5 മണിക്കൂറായി പ്രത്യേക അന്വേഷണ സംഘം മല്ലിക്കട്ടിലെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ മൊഴിയെടുക്കുകയാണ്. മൊഴി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. രാവിലെ 11 മണിയോടെ തുടങ്ങിയ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ്.
അഭിഭാഷകർക്കൊപ്പമാണ് വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി മല്ലിക്കട്ടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ എത്തിയത്. DIG MN അനുചേതന്റെ നേതൃത്വത്തിലാണ് മൊഴിയെടുപ്പ്. ചോദ്യപ്പട്ടിക തയ്യാറാക്കി വിശദമായി ഓരോ വിവരവും അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. മൊഴി പൂർണ്ണമായി വീഡിയോ റെക്കോർഡ് ചെയ്യും. ഇന്നലെ രാത്രി 11 മണിക്കാണ് ഇന്ന് മൊഴി നൽകാനെത്തണമെന്ന് ഇയാളെ അറിയിച്ചത്. രാത്രി മംഗളൂരുവിലെത്തിയ SIT സംഘം പിന്നീട് ധർമ്മസ്ഥല പോലീസിൽ നിന്ന് വിവരങ്ങൾ കൈപ്പറ്റിയിരുന്നു. പിന്നാലെ 2 യോഗങ്ങൾ ചേർന്നു. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പിന്നീട് വ്യക്തമാകാൻ അടയാളം വെച്ചിട്ടുണ്ടെന്ന് ശുചീകരണ തൊഴിലാളി നേരത്തെ മൊഴി നൽകിയിരുന്നു. പഴയ മിസ്സിംഗ് കേസുകളിലടക്കം സമാന്തരമായി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 24 ധർമ്മസ്ഥല. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും. വിദേശത്ത് ഗവൺമെന്റ് അംഗീകൃത സർവകലാശാലകളിൽ കുറഞ്ഞ ചെലവിൽ MBBS പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുങ്ങുന്നു. 24 സ്റ്റഡി എബ്രോഡ് സ്പോട്ട് അഡ്മിഷനിലൂടെ വിദ്യാർത്ഥികളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. മധ്യേഷ്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റിയായ അൽ ഫറാബി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കസാക്കിസ്ഥാനിലെയും റഷ്യയിലെയും ഉസ്ബെക്കിസ്ഥാനിലെയും മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ വരും ദിവസങ്ങളിൽ നടക്കും. IELTS ഇല്ലാതെ വിദേശ സർവകലാശാലയിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് അവസരമൊരുക്കുന്നു. 24ന്റെ പുതിയ സംരംഭമായ 24 സ്റ്റഡി അബ്രോഡിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് സുവർണാവസരം ഒരുക്കുന്നത്. നാഷണൽ മെഡിക്കൽ കൗൺസിൽ, WHO, FMGE റെഗുലേഷനുകൾക്കനുസൃതമായ ഉന്നത നിലവാരത്തിലുള്ള MBBS പഠനമാണ് ഉറപ്പാക്കുന്നത്. MBBS അഡ്മിഷനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ 24 സ്റ്റഡി അബ്രോഡ് ഒരുക്കുന്ന ഈ സ്വർണ്ണാവസരം പാഴാക്കരുത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ കാര്യത്തിന് ഏറ്റവും വലിയ പണച്ചെലവ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ കുറഞ്ഞ ചെലവിലുള്ള കലാശാലകളാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അംഗീകൃത യൂണിവേഴ്സിറ്റികൾ തന്നെയാണ്. അവിടെയുള്ള ചെലവുകൾ, അതായത് ഫ്ലൈറ്റ് ടിക്കറ്റും നിങ്ങളുടെ താമസ സൗകര്യവും മറ്റുള്ള എല്ലാ ചെലവുകളുടെയും 85% ലോൺ തരാനായി കാനറ ബാങ്കും നിങ്ങൾക്ക് അവസരം ഒരുക്കും. നിങ്ങൾ ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്ന സ്ഥലത്ത് തന്നെ കാനറ ബാങ്കിന്റെ പ്രതികൾ ഉണ്ടാകും. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്കാണ് ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ. ജൂലൈ 29 തിരുവനന്തപുരം ഹോട്ടൽ ഹയത്ത് റീജൻസിയിലും, ജൂലൈ 31 എറണാകുളം ഹോട്ടൽ റാഡിസൺ ബ്ലൂവിലും, ഓഗസ്റ്റ് 2 കോഴിക്കോട് ഹോട്ടൽ ഗോകുലം ഗ്രാൻഡിലുമാണ് സ്പോട്ട് അഡ്മിഷൻ. രാവിലെ 10:30 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശന സമയം. വിശദ വിവരങ്ങൾക്ക് 9001900156 അല്ലെങ്കിൽ 8008000120 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട് മാറാട് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നടുവട്ടം സ്വദേശി ഷിംനയാണ് മരിച്ചത്. ആത്മഹത്യയ്ക്ക് പിന്നിൽ കുടുംബ വഴക്കാണ് എന്നാണ് ആക്ഷേപം. നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ ബന്ധുക്കളൊക്കെ പറയുന്നത്, ഈ യുവതിയുടെ വീട്ടുകാർ പറയുന്നത്, പോലീസിന്റെ തുടർ നടപടി എങ്ങനെ? നിഖിൽ. ശ്രീജിത്ത്, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രിയാണ്. ഭർത്തൃ വീട്ടിൽ വെച്ചാണ് നടുവട്ടം സ്വദേശി ഷിംന ആത്മഹത്യ ചെയ്തത്. ഇന്നലെ രാത്രി ഇവരുടെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ഈ പെൺകുട്ടിയെ കാണപ്പെടുകയായിരുന്നു. ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി അല്പസമയം മുൻപാണ് മൃതദേഹം അവരുടെ വീട്ടിലേക്ക്, മാറാടുള്ള അവരുടെ വീട്ടിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഗോദീശ്വരം ശ്മശാനത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഈ പെൺകുട്ടി ഇന്നലെ രാത്രിയും മദ്യപിച്ചെത്തി ഭർത്താവ് ഈ പെൺകുട്ടിയെ ആക്രമിച്ചിരുന്നു, ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. പലതവണ ഈ പെൺകുട്ടി ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ വന്നു നിൽക്കുകയും തുടർന്ന് മധ്യസ്ഥ ചർച്ചകൾക്ക് ശേഷം ഈ പെൺകുട്ടിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നുമാണ് ഇവരുടെ ബന്ധുക്കൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാറാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്. ഇനി പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി കാണാം. പ്രേക്ഷകർക്കൊപ്പം ഗോകുൽ രവി എത്തും. നമസ്കാരം.